HR പോയിന്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഫോർ സേ ഈ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് പോലെ തന്നെ നമുക്ക് ഈ വർക്ക് പ്ലേസ് ഇഞ്ചുറീസ് ഉണ്ടല്ലോ, വർക്ക് പ്ലേസ് ഇഞ്ചുറീസ് ആൻഡ് ആക്സിഡൻസ്, അതും ESIയിൽ വരുന്ന എന്ന് വെച്ചാൽ ഡിസേബിൾമെന്റ് ബെനിഫിറ്റിൽ വരുന്ന ഒരു ബെനിഫിറ്റാണ്. ഫോർ സേ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ വെച്ച് ഒരു ഇഞ്ചുറി ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ചിലപ്പോൾ ഞാനൊരു ഇലക്ട്രീഷ്യനാണ്, ഞാൻ ഗോണിമ കയറി താഴെ വീണുമ്പോൾ ആസ് ആൻ HR പേഴ്സൺ നമ്മുടെ കേസിൽ നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അറിയാം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ESIയിൽ നമ്മൾ ESIയുടെ ബേസിക് റൂൾസുകളൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഇത് HR പോയിന്റിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്ത് റേസ് ചെയ്യണം? ആക്സിഡൻറ്റ് റിപ്പോർട്ട് റേസ് ചെയ്യണം വിത്തിൻ 24 hours. നമുക്ക് ESIയുടെ വെബ്സൈറ്റിൽ തന്നെ റേസ് ചെയ്യാം. അതിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒന്ന് വേണ്ടത് ആ ഫോളോ ചെയ്ത അതിൻ്റെ ഡീറ്റെയിൽസ് വേണം, ടൈം വേണം, പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിൻ്റെ റിപ്പോർട്ട് വേണം. ആക്സിഡൻറ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്താൽ മാത്രം പോരാ, വി ഹാവ് ടു ഡയറക്ട്ലി ഗോ ടു ദ നിയറസ്റ്റ് ESI ഡിസ്പെൻസറി. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ട് ESIയുടെ നിയറസ്റ്റ് ഡിസ്പെൻസറി പോയിട്ട് ഈ പറഞ്ഞ നമ്മുടെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്, നമ്മൾ ആക്സിഡൻറ്റ് പറ്റിയ ആൾ നേരിട്ട് പോകണമെന്നില്ല, ഐദർ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് നേരിട്ട് സബ്മിറ്റ് ചെയ്തിട്ടാണ് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ ഈ ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റോ അല്ലെങ്കിൽ ഈ ബെനിഫിറ്റ് നമുക്ക് ഓഫീസ് പെർമിസസിനുള്ളിൽ മാത്രമാണ് കിട്ടണമെന്ന്. അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഓഫീസിലേക്ക് കമ്മ്യൂട്ട് ചെയ്യുന്ന പോയിന്റുകൾ, മീൻസ് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, ഈ ടൈമിലും നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ESIയുടെ പരിരക്ഷ കിട്ടും. അതാണ് ESI പുതിയ ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസത്തിൽ ജിഗ് വർക്കേഴ്സിനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ പറഞ്ഞ PFും ESIയും ലേബർ ലോസിനെ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഇവരിലൊക്കെ ഓടുന്ന എല്ലാവർക്കും ESI ബെനിഫിറ്റ് കിട്ടും. ഇവർ വർക്ക് പ്ലേസിലാണ്, ഇവർ ഓടി നടക്കുകയാണെങ്കിലും ദേ ആർ വർക്കിംഗ് അല്ലേ. അപ്പോൾ അവർക്കും അവർക്ക് അവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പോൾ അവർക്ക് എന്ത് കിട്ടും? ESIയുടെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ വർക്ക് പ്ലേസിലാണ് ESI ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ, വർക്ക് പ്ലേസിൽ വെച്ചിട്ടാണ് ESIയുടെ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുന്നതെങ്കിൽ ആ സമയങ്ങളിൽ ESIയുടെ നമ്മൾ ആക്സിഡൻറ്റ് റിപ്പോർട്ട് മാത്രം ജനറേറ്റ് ചെയ്താൽ പോരാ, ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്തെ സാക്ഷികൾ വേണം, ഇനി എന്തെങ്കിലും CCTV ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് വേണം. നമ്മൾ വർക്ക് പ്ലേസിൽ നിന്ന് വീട്ടിലേക്കാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്നതായിട്ടുള്ള പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം സബ്മിറ്റ് ചെയ്താലാണ് ഇതിനെ ഓഫീസ് പ്ലേസ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇഞ്ചുറി ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. എന്നാൽ മാത്രമാണ് ആ കേസിൽ നമുക്ക് 90% ഓഫ് പേയ്മെൻറ്റ് നമുക്ക് കിട്ടാണ് ESI. അതുകൊണ്ട് ഈ പറഞ്ഞ രേഖകളെല്ലാം വിത്തിൻ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്യുകയും ഒക്കെ എംപ്ലോയിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. ഓക്കെ. അപ്പോൾ പൊതുവേ വരാവുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഇതിനു മുമ്പ് ഞാൻ രാജഗിരിയിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഒരു എംപ്ലോയി ഓഫീസിലിരുന്നു, ആൾക്ക് അറ്റാക്ക് വന്നു മരിച്ചു. അപ്പോൾ ആ കേസിൽ ആൾക്ക് ESIയുടെ പരിരക്ഷ കിട്ടുമെന്ന് ചോദിച്ചു. ആൾ ESIയിൽ എൻറോൾഡ് മെമ്പേഴ്സാണ്. അറ്റാക്ക് വന്നാൽ കിട്ടുമോ? ജോലിയിലിരിക്കുകയാണ്, അറ്റാക്ക് വന്നു, മരിച്ചു. അപ്പോൾ ESIയുടെ ബെനിഫിറ്റ് കിട്ടുമെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കിട്ടുമോ? കിട്ടണ്ടേ? ESIയിൽ മെമ്പറല്ലേ, കിട്ടേണ്ടതല്ലേ? ബട്ട് കിട്ടില്ല. കാരണം അതൊരു വർക്ക് പ്ലേസ് ഇഞ്ചുറി അല്ല. അറ്റാക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ നമ്മുടെ ബോഡിയിലെ ചേഞ്ച് കൊണ്ടോ വരുന്ന ഒരു ഇതാണ് ഹാർട്ട് അറ്റാക്ക്. ഐദർ ആ മെമ്പറിനോ അല്ലെങ്കിൽ മെമ്പറിൻ്റെ ഫാമിലിക്കോ പ്രൂവ് ചെയ്യാൻ പറ്റണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വർക്ക് പ്ലേസ് സ്ട്രെസ്. വർക്ക് പ്ലേസിലെ സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ ആ വർക്ക് പ്ലേസിലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇയാൾക്ക് അറ്റാക്ക് വന്നതെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ദേ വിൽ ഗെറ്റ് ദ ESI ബെനിഫിറ്റ്. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഈസ് നോട്ട് കൺസിഡർഡ്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഞാൻ നിങ്ങൾക്കിതൊരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്, ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഹുണ്ടായുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഒരു സ്കൂട്ടറിൻ്റെ കമ്പനിയിൽ, ഇപ്പോൾ TVSൻ്റെയോ അല്ലെങ്കിൽ ഹോണ്ടയുടെ സ്കൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, ആൾക്ക് ഞായറാഴ്ച ഓഫായിരുന്നു. പക്ഷേ ഒരു ക്ലയൻറ്റ് ആവശ്യപ്പെട്ടു, എനിക്ക് ഇന്ന സ്കൂട്ടർ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാനാണ് എംപ്ലോയി എന്ന് വയ്ക്കുക. ഞാൻ ആ സ്കൂട്ടർ ഓടിച്ചിട്ട് ആ എംപ്ലോയിയുടെ അടുത്ത് പോയി ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി സ്കൂട്ടറൊക്കെ കാണിച്ചു. ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു വന്ന വഴിക്ക് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ നിയമം അനുസരിച്ച് എനിക്ക് അന്ന് ESIയുടെ ബെനിഫിറ്റ് കിട്ടേണ്ടതാണോ? കാരണം അത് ഓഫ് ഡേ ആണ്, സൺഡേ ആണ്, എനിക്ക് കിട്ടേണ്ടതാണോ? കിട്ടേണ്ടതല്ല. ലോവർ കോർട്ടിൽ അപ്പോൾ ESIയുടെ ബെനിഫിറ്റ് ESI ഡിനേ ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് സൺഡേ ആണെന്ന് പറഞ്ഞിട്ട് ESI ഇത് ഡിനേ ചെയ്തു. പക്ഷേ
ലോവർ എന്ന് വെച്ചാൽ ഈ എംപ്ലോയി ഇതിന് അപ്പീൽ കോർട്ടിൽ പോയപ്പോൾ ലോവർ കോർട്ട് ഇതിനെ റിജക്ട് ചെയ്തു. ഓഫ് കോഴ്സ് അത് റിജക്ട് ചെയ്തു. പക്ഷേ ഹയർ കോർട്ടിൽ ചെന്നപ്പോൾ ഹയർ കോർട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്നാൽ സൺഡേ ആണെങ്കിലും ഹീസ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് ആവശ്യപ്പെട്ടു, ക്ലയൻറ്റ് അവരുടെ ഓഫീസിൻ്റെ റെക്കോർഡ്സിൽ ഉൾപ്പെടെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. ആളുടെ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ല, ആളുടെ HOD അടുത്തും ഓഫീസിലും ഇൻറ്റിമേറ്റ് ചെയ്തിട്ടാണ് എവിടെ പോയത്, ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയത്. ഹി ഹാസ് മെയ്ഡ് ഓൾ ദ ഒഫീഷ്യൽ ചാനലിൽ കൂടെ തന്നെയാണ് ആൾ പോയത്. പക്ഷേ ഓഫ് ഡേ ആണെന്ന് മാത്രം. പക്ഷെ അതും ഇസ് പാർട്ട് ഓഫ് ഹിസ് ഡ്യൂട്ടി. പോയപ്പോൾ ഡിക്ലൈൻ ചെയ്തത് ആൾക്ക് ക്ലെയിം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസും എനിക്ക് നോളജസും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ്. പിന്നുള്ളത് PF കേസിൽ PF ഞാൻ പറഞ്ഞു. PF നിങ്ങൾക്ക് വരാവുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ PF ഞാൻ പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണ്. PF ഒരു ഇൻഷുറൻസ് സ്കീമുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? നമ്മൾ PF മെമ്പർ ആണെങ്കിൽ PF നമുക്കൊരു ഇൻഷുറൻസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ മെമ്പറാണ്. അതിന് എന്ത് പറയുന്നത് അറിയോ? EDLI സ്കീം. EDLI കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ അല്ലേ? എന്താ EDLI? എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. എത്ര രൂപ വരെ കിട്ടും? അപ് ടു 7 lakhs വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബെനിഫിറ്റ് കിട്ടും. എന്ത്? ഇൻ കേസ് ഓഫ് ഡിസേബിൾമെൻറ്റ് ഓർ ഫേറ്റൽ എന്ന് വെച്ചാൽ ഡെത്ത് വന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ESI വരുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ PF വരുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ PF എപ്പോഴും കറക്റ്റ്ലി നിങ്ങൾ ഫയൽ ചെയ്യണം. എന്ന് വെച്ചാൽ ആസ് HR പോയിന്റിൽ നിൽക്കുമ്പോൾ വൺസ് ഒരു എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് 15 ESI ആയാലും PF ആയെങ്കിലും അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണത് എന്നായിരിക്കും? നെക്സ്റ്റ് പ്രിസീഡിങ് മന്തിൻ്റെ 15th ഉള്ളിൽ ചെയ്യണം. ഒരിക്കലും 15th ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. 15ാം തീയതി പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ഒരിക്കലും. ഒരു കാലത്തും 15ാം തീയതി വെബ്സൈറ്റ് കിട്ടില്ല. എല്ലാ എംപ്ലോയീസും 15ാം തീയതി വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. കാരണം ഞാൻ പ്രാക്ടിക്കലി അനുഭവിച്ച കാര്യം. ഞാൻ 15ാം തീയതി പേയ്മെൻറ്റ് ഫിനാൻസിൽ നിന്ന് എനിക്ക് അപ്രൂവ് കിട്ടില്ല. എന്തുകൊണ്ട്? പേയ്മെൻറ്റ് ചെയ്യാൻ. കാരണം എന്താ? 15ാം തീയതി വരെ അക്കൗണ്ടിൽ പൈസ കിടന്നു കഴിഞ്ഞാൽ അന്ന് വരെയുള്ള പലിശ കിട്ടും. ഫിനാൻസുകാർ സമ്മതിക്കില്ല. പക്ഷേ HR പോയിന്റിൽ നമ്മൾ പറയണം പറ്റില്ല, 14നോ 13നോ എനിക്ക് ആ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ HR പോയിന്റിൽ നമ്മൾ പറഞ്ഞിരിക്കണം. കാരണം 15ാം തീയതി നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഞാൻ 15ാം തീയതി രാത്രി 10:30-11 മണി വരെ ഓഫീസിൽ ഇരുന്നുണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം വെബ്സൈറ്റ് ഒരിക്കലും കിട്ടില്ല. എപ്പോഴും നമ്മൾ ചലാനോ മറ്റു കാര്യങ്ങളൊക്കെയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എററായിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പേറോളോ അല്ലെങ്കിൽ ESIയോ പേയ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ മാക്സിമം ഈ 15th മുമ്പോ അല്ലെങ്കിൽ 12th 13th പറയാം. ഫിനാൻസുകാർ എന്ത് പറഞ്ഞാലും പറ്റില്ല, ഇതുപോലെ തന്നെ വേണം എന്നുള്ള കാര്യം നിങ്ങളുടെ ബോസിനോടോ നിങ്ങളുടെ ഹയർ അതോറിറ്റിയോടോ പറഞ്ഞിട്ട് ചെയ്യിക്കാൻ നോക്കാം. പിന്നുള്ളത് നിങ്ങൾക്കറിയാം PF റൂളുകളെല്ലാം അറിയാം, എത്രയാണ് കോൺട്രിബ്യൂഷൻ എന്ന കാര്യങ്ങൾ അറിയാം. പിന്നെ ഇപ്പോൾ ബേസിക്കലി കോമൺലി വരുന്ന ഒരു മിസ്റ്റേക്കാണ്, നമുക്ക് PF ഒരു സീലിംഗ് സാലറി ഇല്ലേ? എത്രയാണ് സീലിംഗ് സാലറി? 15,000 ആണ് സീലിംഗ് സാലറി. അപ്പോൾ ഒരു എംപ്ലോയിക്ക് 15,000 മുകളിൽ സാലറി ഉണ്ടെന്ന് വെക്കാം. 15,000 സാലറി ഉണ്ടെങ്കിൽ ആൾക്ക് PF എലിജിബിലിറ്റി ഉണ്ടോ? കമ്പനി PF കൊടുക്കാൻ ബാധ്യസ്ഥരാണോ? 15,000 മുകളിലുണ്ടെങ്കിൽ? അയ്യോ, ഞാനിത് ആദ്യമായിട്ട് അറിയുന്നത്. നിങ്ങൾ എല്ലാവരും ദിവസം പറയണമെന്ന് എനിക്ക് സംശയമായല്ലോ. 15,000 മുകളിൽ സാലറി ഉണ്ടെങ്കിൽ PF കൊടുക്കണോ? വേണ്ട, ഇല്ല. 15,000 സാലറിക്ക് മുകളിലുള്ള ഒരാളുടെ കാര്യം ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 10,000 സാലറി ഉള്ളെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് സാലറി മറ്റേ മാൻഡേറ്ററി ബെനിഫിറ്റിൻ്റെ അണ്ടറിൽ വരും. 15,000 താഴെ എനിക്ക് 14,500 ഉണ്ടെങ്കിൽ പോലും ഞാൻ ESIയുടെ PFൻ്റെ ബെനിഫിറ്റിൻ്റെ അണ്ടറിൽ വരും. എന്നെ മാൻഡേറ്ററി ആയിട്ട് PF എൻറോൾ ചെയ്യണം. അക്കിതയ്ക്ക് സാലറി 16,000 ആണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എംപ്ലോയിക്ക് വേണമെങ്കിൽ അക്കിതനെ എൻറോൾ ചെയ്യാം, പക്ഷെ മാൻഡേറ്ററി അല്ല. കാരണം എന്താ? സാലറി സ്കെയിലിന് മുകളിലാണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ്, അക്കിതയ്ക്ക് 15,000 സാലറി ഉണ്ട്. ഇപ്പോൾ PF 2 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു സാലറിയിൽ 2 പാർട്ടായിട്ടാണ് പേയ്മെൻറ്റ് പോകുന്നത്. ഒന്ന് PFൻ്റെ ഫണ്ടിലേക്കും ഒന്ന് എന്തിലേക്കായിരിക്കും? പെൻഷൻ ഫണ്ടിലേക്കും പോകുന്നുണ്ട്. 2 ഫണ്ടിലേക്ക് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പെൻഷൻ ഫണ്ടിന് എലിജിബിലിറ്റി വേണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം? 15,000 സാലറി താഴെ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു അക്കിത്തേനെ 16,000 എൻറോൾ ചെയ്യണമെന്ന് പറഞ്ഞു. 16,000 എൻറോൾ ചെയ്യുമ്പോൾ അക്കിത്തേക്ക് എന്തിന് എലിജിബിലിറ്റി ഇല്ല? PFൻ്റെ പെൻഷൻ എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ അക്കിത്തയുടെ നിന്ന് പിടിക്കുന്ന എമൗണ്ട് ഇപ്പോൾ 16,000 12% നമ്മൾ സീലിംഗ് വെച്ചിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ 1,800. അപ്പോൾ അക്കിത്തയുടെ നിന്ന് 1,800 പിടിക്കും. കമ്പനി എന്ത് ഇടും? 1,800 ഇടും. ഈ കംപ്ലീറ്റ് എമൗണ്ട് എങ്ങോട്ടായിരിക്കും പോവുക? PF ഫണ്ടിലേക്കേ പോകുള്ളൂ, പെൻഷൻ ഫണ്ടിലേക്ക് പോവുകയില്ല. ഫസ്റ്റ് ടൈം എൻറോൾമെൻറ്റിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. പക്ഷേ
അക്കീത്ത ഫസ്റ്റ് ജോലി ചെയ്തത് 10,000 റുപ്പീസിനാണ് ജോയിൻ ചെയ്തതെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയണത് 10,000 റുപ്പീസിന് ജോയിൻ ചെയ്തെങ്കിൽ അക്കീത്ത ഈസ് എലിജിബിൾ ഫോർ മാൻഡേറ്ററി ആയിട്ട് അക്കീത്ത PF എലിജിബിലിറ്റി ഉണ്ട്. PF കമ്പനി എൻറോൾ ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല എന്തിന് എലിജിബിലിറ്റി വരും, പെൻഷൻ എലിജിബിലിറ്റി വരും. അപ്പോൾ അക്കീത്തയിലേക്ക് നിന്ന് പിടിക്കുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഇടുന്ന 3,600ൽ 1,200 1,250 ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് പോകും, പെൻഷൻ ഫണ്ടിലേക്ക് പോകും. പിന്നെ അക്കീത്ത ഓരോ ഓർഗനൈസേഷൻ മാറി ഇപ്പോൾ 10,000 നിന്ന് അടുത്ത ഓർഗനൈസേഷൻ പോയി ഇപ്പോൾ 20,000 കിട്ടിയെന്ന് വെച്ചോ. ആ 20,000 കിട്ടുമ്പോൾ അക്കീത്തയ്ക്ക് PF കൊടുക്കണോ? കൊടുക്കണോ? കൊടുക്കണം. കാരണം അക്കീത്ത ഈസ് ഓൾറെഡി മെമ്പർ ഓഫ് EPFO. അപ്പോൾ ഞങ്ങൾക്ക് PF തരാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അക്കീത്തയ്ക്ക് ഓൾറെഡി ഒരു PF മെമ്പറാണ്, PF കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ വൺസ് നമ്മളൊരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PF തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സമ്മതിക്കരുത്. കാരണം വി ഓൾറെഡി മെമ്പർ. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം എംപ്ലോയി ആണ്, എനിക്ക് ഒരു 20,000 സാലറിയിലാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻറോൾ ചെയ്യിപ്പിക്കണമെങ്കിൽ കമ്പനി പറയാണ് PF എൻറോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നോ രക്ഷ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി മെമ്പർ ആണെങ്കിൽ ദേ ഷുഡ് ഗീവ് ദ EPFO ബെനിഫിറ്റ്സ്. ഓക്കെ. പക്ഷേ അക്കീത്തയ്ക്ക് ഈ പറഞ്ഞ് എത്ര സാലറി കയറിയാലും അക്കീത്ത എന്തിനും മെമ്പറാണ്, പെൻഷൻ മെമ്പറാണ്. കാരണം അക്കീത്ത സ്റ്റാർട്ട് ചെയ്തത് 15,000 താഴെയാണ്. പക്ഷെ ഞാൻ 15,000 മുകളിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ എനിക്ക് പെൻഷൻ എലിജിബിലിറ്റി ഇല്ല. അക്കീത്ത യു ക്യാൻ ചെക്ക് ദാറ്റ്, ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. ഇതാണ് PF വരുന്ന മേജർ കാര്യങ്ങൾ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്യണം. പിന്നെ PF എപ്പോഴും ഇപ്പോൾ വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചേഞ്ച് എന്ന് വെച്ചാൽ പണ്ട് PF ഒരു യൂണിവേഴ്സൽ നമ്പർ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? PF ഒരു നമ്പറാണ് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, UAN നമ്പർ എന്ന് പറയും. എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ ഒരു നമ്പർ ഉണ്ടാവും. പണ്ട് ഇത് എങ്ങനെയായിരുന്നു വെച്ചാൽ ജസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി കമ്പനി ഒരു UAN നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു, വേറെ സ്ഥലത്ത് പോകുന്നു, കമ്പനി വേറെ UAN നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഓരോ UAN ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സലാണ്, ആധാർ നമ്പർ വെച്ചിട്ടാണ് UAN ക്രിയേറ്റ് ചെയ്യണത്. എംപ്ലോയർക്ക് UAN ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ക്രിയേറ്റ്. നമുക്ക് ഉമാങ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഉമാങ് എന്നുള്ള ആപ്ലിക്കേഷനിൽ നമ്മുടെ ആധാർ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് UAN നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ UAN നമ്പർ വെച്ചിട്ടാണ് എന്ത് രജിസ്റ്റർ ചെയ്യുക, EPFOയിൽ രജിസ്റ്റർ ചെയ്യുക. അത് ഈവൻ ഫസ്റ്റ് ടൈം എംപ്ലോയി ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം, എംപ്ലോയി തന്നെ ചെയ്യണം. HR പറയും നിങ്ങളുടെ അടുത്ത് UAN ക്രിയേറ്റ് ചെയ്തിട്ട് ആ UAN നമ്പർ തന്നാലാണ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് ചേഞ്ചാണ്. ഇനി അതുപോലെ നെക്സ്റ്റ് ചേഞ്ചാണ് വന്നിരിക്കുന്നത് EPFO UPI പേയ്മെൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പോവാം. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു 2 or 3 months നമ്മുടെ EPFO അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ആപ്പ് ഇറക്കും. ആപ്പ് ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ UPI പേയ്മെൻറ്റ് സിസ്റ്റം ഏതാണോ ആ സിസ്റ്റമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്താൽ നമ്മുടെ അതിനകത്തേക്ക് വരുന്ന പേയ്മെൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട്, പണ്ട് നമ്മൾ അപ്ലൈ ചെയ്യണം, അത് അപ്രൂവ് ചെയ്യണം, അങ്ങനത്തെ കുറേ നൂലാമാലകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ UPI ലിങ്കിട്ടുള്ള അക്കൗണ്ട് നമ്പർ ഏതാണോ അക്കൗണ്ട് നമ്പറിലേക്ക് PF ക്രെഡിറ്റ് ആവുന്ന രീതിയിലേക്ക് മാറാൻ പോവാണ്. അതൊരു EPFO 3.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഒരു വലിയ താമസമില്ലാണ്ട് അത് വരും.